ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് പുറത്ത് വെച്ചിട്ടാണ് ഗൈസ്. വീടിനകത്ത് വെച്ചിട്ടുള്ള ഒരു ലൈറ്റ് വെട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് എടുക്കുമ്പം കുറേ ആൾക്കാർക്ക് എൻ്റെ സ്കിൻ ടൈപ്പ് മനസ്സിലാവുന്നില്ല. ലൈറ്റ് വെട്ടമൊക്കെ വരുമ്പോഴത്തേനും നല്ല വെളുത്ത് നല്ല തക്കുടുമണിയും പോലെ ഇരിക്കുന്നു. ഡാർക്ക് ഡസ്റ്റി സ്കിൻ ടോണാണ് എൻ്റെത് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ബ്രൈഡൽ മേക്കപ്പ് കിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1350 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫറിൽ 415 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. നവരാത്രി ഫെസ്റ്റൊക്കെ വന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന് ഫ്ലിപ്കാർട്ടിൽ 350 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് വാങ്ങിക്കാനുള്ള സാമ്പത്തികമില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് കണ്ടാലോ. ഇതെനിക്ക് കിട്ടിയിട്ട് ഒരാഴ്ചയായി. കിട്ടിയപ്പം തന്നെ ഞാനിത് അൺബോക്സ് ചെയ്തതാണ്. പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ബ്ലഷാണ്. ബ്ലൂ ഹെവൻ്റെ ഷിമ്മർ മാറ്റ് ബ്ലഷ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഷെയ്ഡും കാര്യങ്ങളൊക്കെ അകത്തായിരിക്കും, പുറത്തില്ല. ഇതിന് ഇവിടെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 190 രൂപയെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അടിപൊളി ക്യൂട്ടായിട്ടുള്ള ടിന്നാണ്. ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ കേൾക്കും. നിങ്ങൾക്ക് അത് ഡിസ്റ്റർബ് ആകുമെന്നറിയാം. ഇവിടെ കുറേ കോഴികളുണ്ട്. കോഴികളൊക്കെ കൂകി വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കരുത് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഗൈസ്, ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഇത് എന്നെ പോലെ ഡസ്കി സ്കിൻ ടോണിനൊക്കെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലഷാണ് വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്കിതൊന്ന് കൈ വെച്ച് തന്നെ ഇട്ട് കാണിക്കാവേ. നല്ല രസമില്ലേ ഗൈസ്? ഇനി നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് തിളങ്ങും ഗൈസ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് കിറ്റ് വാങ്ങാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല ഗൈസ്. എൻ്റെ കയ്യിൽ മസ്കാര, ഐലൈനർ എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും അതൊക്കെ വേണം. അപ്പം ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഇത് വാങ്ങുമ്പോൾ ഏകദേശം 100 രൂപയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു കിറ്റ് ആകുമ്പോൾ എനിക്ക് ആയിട്ട് വാങ്ങുമ്പം കുറേ പ്രൊഡക്റ്റുകൾ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത്. നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിൽ ഓവറായിട്ട് തോന്നിക്കുന്നുമില്ല. നാച്ചുറലായിട്ടൊരു സ്കിന്നിൽ ബ്ലഷ് ഇട്ടിട്ടുള്ള ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് പറഞ്ഞില്ലല്ലോ. ഷെയ്ഡ് വരുന്നത് 506 എന്നാണ്. അടുത്തത് വരുന്നത് ബ്ലൂ ഹെവൻ്റെ ഐ പോപ്പ് എന്ന് പറയുന്ന ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കാരമൽ ലൈറ്റ് എന്നാണ്. അപ്പോൾ ഇതിൽ ഇവർ പ്രൈസ് ഇട്ടിരിക്കുന്നത് 205 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ അവർ ആപ്ലിക്കേറ്ററായിട്ട് നല്ല അടിപൊളി ഒരു ബ്രഷാണ് തന്നിരിക്കുന്നത്. നല്ല ഉള്ള ഒരു ബ്രഷാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള കളറുകൾ ഇതേ കളറുകളാണ്. ഇതേ സെയിം കളറുകളാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് വെട്ടമൊന്നുമില്ല. നമ്മളെ പ്രകൃതിയിലുള്ള വെട്ടത്തിലിരുന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ കളറാണ് നിങ്ങൾ കാണുന്നത്. 4 കളറുകളാണുള്ളത്. എന്തായാലും ഇത് നമ്മുടെ മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് അടിപൊളിയായിട്ട് മാച്ചായി പോകുന്ന കളേഴ്സാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഗൈസ്, ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു മസ്കാരയാണ്. മസ്കാരയ്ക്ക് 80 രൂപയാണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അവരിതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ വാട്ടർ പ്രൂഫ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ പറയുന്നതാണ്, ഞാൻ കള്ളം പറയുന്നതല്ല കേട്ടോ. വാട്ടർ പ്രൂഫ്, നോ ക്ലംബിങ്, ലൈറ്റ് വെയ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, 12 മണിക്കൂർ സ്റ്റേ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മസ്കാര വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ്. അടിപൊളി കളർ കൊള്ളാം. അപ്പോൾ ഇത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് എന്തായാലും വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പം ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ആണോ എന്ന് നോക്കാം. ഗൈസ്, ഓക്കെ,
അപ്പോൾ ഈ ഒരു മസ്കാര കൊള്ളത്തില്ല ഗെയ്സ്, വാട്ടർ പ്രൂഫ് അല്ല, പറ്റിച്ചതാണ് ഗെയ്സ്. ഇത് ഇവരിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ എഴുതി വെച്ച് നമ്മളെ പറ്റിക്കണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ, വെള്ളം തൊട്ടപ്പോൾ തന്നെ മാഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് കാണാം. എനിക്ക് എൻ്റെ പ്രൈമർ കാണാതെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കൊരു പ്രൈമർ വേണമായിരുന്നു. പക്ഷേ ഇത് ഓയിലി സ്കിൻകാർക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രൈമറാണ്, ഓയിൽ ഫ്രീ ആണ്. പിന്നെ പെർഫെക്റ്റ് ബേസ് ഫോർ ലോങ് സ്റ്റേ മേക്കപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. മേക്കപ്പ് കുറേ നേരം നിലനിൽക്കും. ഓക്കെ, പോർട്സും ഫൈൻ ലൈൻസൊക്കെ ഫില്ല് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് 190 രൂപയാണ് ഇവർ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ ഈ പ്രൈമർ അടിപൊളിയാണ് കേട്ടോ, അത് എനിക്കറിയാം, എൻ്റെ കൂട്ടുകാർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഇത് കൊള്ളാം. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഗെയ്സ് കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഗെറ്റ് ബ്രൈറ്റ് കോമ്പാക്ട് പൗഡർ, മാറ്റ് എഫക്റ്റ് ഒക്കെ തരുന്നതാണ്. SPF ഉണ്ട്, നോൺ സ്റ്റിക്കി ആണ്, ആൻഡ് ഡെർമറ്റോളജി ടെസ്റ്റഡുമാണ്. ഈ ഒരു കോമ്പാക്റ്റിൻ്റെ 6 ഷെയ്ഡ് അവൈലബിൾ ആണ്. ഷെയ്ഡ് നമ്പർ വരുന്നത് നാച്ചുറൽ ഹണി 301 അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഗെയ്സ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേറ്റർ തന്നിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന അടിപൊളി മാറ്റ് പൗഡറാണ് കേട്ടോ ഗെയ്സ്. ഇനി അവർ ബോക്സിലുണ്ടായിരുന്നത് ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നാച്ചുറൽ 2N ആണ്. അപ്പോൾ ഗെയ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഷെയ്ഡല്ല, ഇത് വെളുത്ത ആൾക്കാർക്ക് ചേരുന്ന ഒരു കളറാണ്. ഓക്കെ, ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു കളറിലാണ്. അപ്പോൾ എന്തായാലും എനിക്കത് ഷൂട്ടല്ല. പിന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ, നല്ല മണമാണ്. പിന്നെ ഞാനിത് വേറെ എൻ്റെ കയ്യിലൊരു ഡാർക്ക് ഷെയ്ഡുള്ളൊരു ഫൗണ്ടേഷനുണ്ട്, അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി ഐലൈനറാണ് ഗെയ്സ്. ഇത് ഡീപ്പ് ബ്ലാക്ക് കളറാണെന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വാട്ടർ പ്രൂഫ് ആണെന്നൊന്നും അവർ പറയുന്നില്ല. എങ്കിലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും വാട്ടർ പ്രൂഫ് ആണോ എന്ന്. ഇതെനിക്ക് തോന്നുന്നു 2-3 തവണ എഴുതുമ്പോഴത്തേനും എന്തായാലും ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. കളർ എന്തായാലും കാണിച്ചു തരാവേ. ഡീപ്പ് ബ്ലാക്ക് കളർ തന്നെയാണ്. വാട്ടർ പ്രൂഫ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാവേ. ഇങ്ങനെ ഒഴിച്ച് കാണിക്കാം. യെസ്, അപ്പം മസ്കാരയും ഐലൈനറും വാട്ടർ പ്രൂഫ് അല്ല. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ സിന്ദൂരമാണ് ഗെയ്സ്. അപ്പം ഞാനിപ്പോൾ തൊട്ടിരിക്കുന്നത് ഈ ഒരു സിന്ദൂരമാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലൊരു വല്ലാത്ത സ്മെല്ലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കളറൊക്കെ കൊള്ളാം. പിന്നെ മാറ്റ് ലോങ് സ്റ്റേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ലിക്വിഡ് കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ വെൽവെറ്റ് ക്രീം എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്യൂട്ടല്ല. ഡസ്കി സ്കിൻ ടൈപ്പിന് ഇത് സ്യൂട്ടായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന 311 റൂബി റെഡാണ്. നമ്മുടെ ഡസ്കി സ്കിൻ ടൈപ്പിന് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈറ്റായിട്ട് ഇട്ടാൽ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. ഡീപ്പായിട്ട് ഇടാതിരുന്നാൽ മതി, ലൈറ്റായിട്ട് ഇട്ട് നോക്കാം കേട്ടോ. ഇനി വരുന്നത് ലോങ് സ്റ്റേ ചെയ്യുന്ന ഒരു ഐബ്രോ ഡിഫൈനറാണ്. നാച്ചുറൽ ബ്രൗൺ ആണ് കളർ വരുന്നത്. 12 മണിക്കൂർ നിലനിൽക്കും. അതുപോലെ സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ഈ ഒരു കമ്പനിക്കാരെ എനിക്കിപ്പം വിശ്വാസമില്ല ഗെയ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു കളറൊക്കെ കാണാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് വെച്ചിട്ട് ഞാൻ എനിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഐബ്രോ പെൻസിലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഐബ്രോ ഡിഫൈനർ ആണെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ. പിന്നെ ക്യാപ്പ് ഊരുമ്പം ദാ ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, ഇതുപോലെ ഇത്രയുണ്ട്. ഇത്രയും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. നാച്ചുറൽ ബ്രൗൺ കളർ എൻ്റെ ഈ കയ്യിൽ വരച്ചാൽ അതിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ വരച്ച് കാണിക്കും. ഓക്കെ ഗെയ്സ്, ഇതാണ് ഈ കളർ വരുന്നത് കേട്ടോ. ഇതാണ് കളർ. വാട്ടർ പ്രൂഫ് ആണോ എന്ന് നോക്കട്ടെ ഗെയ്സ്. ഇത് വാട്ടർ പ്രൂഫാണ്, ഇത് പോകത്തില്ല കേട്ടോ. ഇത് അതിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം ഗെയ്സ്. 11ാമത്തെ പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് കാജലായിട്ടും ഐലൈനറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡാണ്, ഓഫ്തമോളജിക്കലി ടെസ്റ്റഡാണ്. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് കണ്ണിലൊക്കെ എഴുതാം കേട്ടോ. പിന്നെ അവർ പറയുന്നുണ്ട് വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്, വിത്ത് സ്മൂത്തിങ് അലോവേര ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
പിന്നെ 36 മണിക്കൂർ ഇത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്ലാക്ക് കളറാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് കണ്ണെഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആണ്ടെ ഇതുപോലെയാണ് സംഭവം വരുന്നത്. എവിടം വരെ പോകുന്നു നോക്കട്ടെ. ഇത്രയും കിട്ടും. ഓക്കെ, പിന്നെ കളർ കാണിച്ചു തരാം. ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആയിരിക്കും. അടിപൊളി ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. വാട്ടർ പ്രൂഫ് ആണോ എന്ന് നോക്കിയാക്കാം. യെസ്, ഇത് വാട്ടർ പ്രൂഫാണ്. മാഞ്ഞു പോകുന്നില്ല. വെള്ളം തൊടുമ്പം മാഞ്ഞു പോകുന്നില്ല. ബട്ട് നമ്മൾ കൺമഷിയൊക്കെ എഴുതുമ്പം ജസ്റ്റ് ഒന്ന് പൗഡർ തൊട്ട് കൊടുക്കുന്ന പോലെ പൗഡർ തൊട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പടരാൻ സാധ്യതയുണ്ട്. അതാണ്, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഗെയ്സ്, അപ്പോൾ ഇതിൽ ഞാൻ ആഗ്രഹിച്ച സംഭവങ്ങൾ, അതായത് ഐലൈനറും പിന്നെ മസ്കാരയും മാത്രമേ ഉള്ളൂ വാട്ടർ പ്രൂഫ് അല്ലാത്തത്. ബാക്കിയെല്ലാം വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല. എനിക്ക് ഇനി എന്തായാലും നല്ലൊരു ബ്രാൻഡിൻ്റെ വാങ്ങാം. വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ഐലൈനറും മസ്കാരയൊക്കെ വാങ്ങണം. അപ്പോൾ ഇത് അടിപൊളിയൊരു മേക്കപ്പ് കിറ്റാണ്. ഒരു ബ്രൈഡിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ തുടക്കക്കാർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി മേക്കപ്പ് കിറ്റാണെന്ന് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എസ്പെഷ്യലി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.